യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പാപത്തിലേക്കുള്ള ചായ്വ് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക പ്രകൃതമാണ്. എന്നാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതോ വിശുദ്ധിയിലേക്കും. പിശാചിൻ്റെതെന്ന് അവകാശപ്പെടാൻ നമ്മുടെ കൈവശം ഒന്നുമില്ലാത്ത ഒരു വിശുദ്ധ അവസ്ഥയിലേക്കാണ് നാം വളരാൻ ആഗ്രഹിക്കേണ്ടത്. അതിന് ശാരീരിക സുഖങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിതം മുന്നോട്ടു പോയാൽ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരാൻ നമുക്ക് കഴിയാതെ പോകും. യഥാർത്ഥമായ ദേവാലയം ശരീരമാണെന്ന ബോധ്യമുണ്ടായാൽ പൂർണ്ണമായ വിശുദ്ധിയിലും മാന്യതയിലും അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നതെന്ന് ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ ഷേമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി. എൻ്റെ പേര് ലിൻസി, സ്ഥലം രാമപുരം. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കാൻ സാധിച്ചു. യേശുവേ സ്തോത്രം. യേശുവേ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ആത്മീയ ജീവിതത്തിൽ വളരേണ്ടതിന് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പലരും ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. പലരും പറയാറുള്ള കാര്യം, അച്ചോ അല്പം കൂടി ആത്മീയതയിൽ വളരണമെന്നുണ്ട്, അല്പം കൂടി വിശുദ്ധ ജീവിതത്തിൽ വളരണമെന്നുണ്ട്, അല്പം കൂടി സ്നേഹബന്ധങ്ങളിൽ വളരണമെന്നുണ്ട്, അല്പം കൂടി ശുശ്രൂഷാ ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ആത്മീയ ജീവിതത്തിൽ വളരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മനോഹരമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ധ്യാനിക്കുന്ന വചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 45, 46 തിരുവചനങ്ങളാണ്. അതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? ദേവാലയ ശുദ്ധീകരണം. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അനന്തരം അവനെന്ന് പറഞ്ഞാൽ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ജെറുസലേമിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി കച്ചവടക്കാരെ നമുക്ക് കാണാം. പക്ഷെ ജെറുസലേം ദേവാലയത്തിനുള്ളിലല്ല, പുറത്താണ്. ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കച്ചവടവും നടക്കാറുണ്ട്. ആ കാലങ്ങളിൽ നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ വചനം പറയുന്നു, അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി.
അപ്പോൾ പുറത്ത് നടക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ കർത്താവ് വന്നപ്പോൾ ദേവാലയത്തിനകത്താണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു കച്ചവടം നടക്കേണ്ടത് ദേവാലയത്തിൻ്റെ പുറത്താണ്, ദേവാലയത്തിനകത്തല്ല കച്ചവടം നടക്കേണ്ടത്. അപ്പോൾ ശരിക്കും ദേവാലയത്തിൻ്റെ പുറത്തിരിക്കേണ്ട അല്ലെങ്കിൽ പുറത്ത് നടക്കേണ്ട കച്ചവടം ഒരുപക്ഷെ പയ്യെ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അത് അകത്തായി കാണും. ദേവാലയത്തിന് ഉൾവശങ്ങളിലേക്ക് കച്ചവടക്കാർ കയറി, അവിടെ നാണയമാറ്റക്കാർ, അവിടെ പ്രാവ് വിൽപ്പനക്കാർ, അങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട് പലതും ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇടം പിടിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ പുറത്ത് നിർത്തേണ്ട പലതും സാവധാനം ദേവാലയത്തിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കാൻ തുടങ്ങിയതാണ് കർത്താവ് വന്നപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ ഈശോ ഈ ദേവാലയത്തിന് ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ കണ്ടത്. അപ്പോഴാണ് ഈശോ ചെയ്തത്, അങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ യേശു പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞ ഈ ഒരു ആത്മീയ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മീയമായിട്ട് നമുക്ക് പലർക്കും വളരാൻ പറ്റാത്തത്. പുറത്ത് നിർത്തേണ്ട ചിലതൊക്കെ ഇന്ന് നമ്മൾ അകത്ത് കയറ്റി വെച്ചിരിക്കുക. നമ്മുടെ പുറത്തായിട്ട് ബാഹ്യമായിട്ട് ദേവാലയത്തിൻ്റെ പുറത്ത് നിർത്തേണ്ട ചിലതൊക്കെ ഇന്ന് ദേവാലയത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താ ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മുടെ ശരീരമാകുന്ന ദേവാലയം ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇന്ന് ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ പുറത്ത് നിർത്തേണ്ട പലതിനെയും നമ്മളെടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടാകണം. നമ്മൾ സ്വയം ഒന്ന് ആത്മശോധന ചെയ്താൽ മതി. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരമാകുന്ന 1 കൊരിന്തോസ് 3:16 വചനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിൻ്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? കണ്ടോ? അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിലിരിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. ഇന്നെന്നാ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ പിടിച്ച് പുറത്തിട്ടിട്ട് ദുരാത്മാക്കളെ പിടിച്ച് അകത്ത് വെച്ചിരിക്കുക, അന്ധകാര ശക്തികളെ പിടിച്ച് അകത്ത് വെച്ചിരിക്കുക, തെറ്റായ ബോധ്യങ്ങൾ മനസ്സിൽ കിടക്കുക, അശുദ്ധമായ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തതൊന്നും ശരീരത്തിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടുള്ളതല്ല. കാരണം അത് ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കുന്നു. അതാ കർത്താവ് ദേഷ്യപ്പെട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ തന്നെ ശരീരത്തെ ഒരു കച്ചവട സ്ഥലമാക്കിക്കൊണ്ടിരിക്കുക. വ്യഭിചാര കച്ചവടം, സ്വയംഭോഗം, സ്വവർഗഭോഗം, ആസക്തികളാൽ കലുഷിതമായി നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുക. ഇതൊരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ദേവാലയമായി സൂക്ഷിക്കേണ്ട ശരീരത്തെ ഇന്ന് കച്ചവടമാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ട ആത്മീയമായി വളരണമെങ്കിൽ നിന്റെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തതിനൊക്കെ പുറത്ത് നിർത്താൻ നീ പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ പുറത്ത് നിർത്തണം, ഇല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിന്ന് താലോലിക്കുന്നുണ്ട്. ഇതിനൊക്കെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞ്, നീ നിന്റെ ദേവാലയത്തെ അല്ലെങ്കിൽ ഈ ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു. ഇത് പ്രാർത്ഥനാലയമാ, ഇത് വിശുദ്ധ ആലയമാ, ഇത് ആത്മാവ് വസിക്കുന്നിടമാ. ഇന്ന് പരിശുദ്ധാത്മാവിനുള്ളിൽ വസിക്കാൻ സ്ഥലമില്ല. ഉള്ളിൽ വെക്കേണ്ടവനെ ഇന്ന് പുറത്ത് നിർത്തിയിട്ട് പുറത്ത് നിർത്തേണ്ടതിനെ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ഉള്ളിൽ നിർത്തേണ്ടത്. പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഹൃദയത്തിൽ നിർത്തേണ്ടത്. പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ടത്. ഇന്ന് ചേർത്ത് നിർത്തേണ്ടതിനെ ചേർത്ത് നിർത്താതെ അതിനെ പുറത്ത് നിർത്തിയിട്ട് കർത്താവ് ആഗ്രഹിക്കാത്തതും കർത്താവ് അനുവദിക്കാത്തതുമായതിനൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിർത്തി ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാ കർത്താവ് ഈ ദേവാലയ ശുദ്ധീകരണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പുറത്ത് നിർത്തേണ്ട ചിലതിനൊക്കെ നമ്മൾ പുറത്ത് നിർത്തണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ സംഭവിക്കുന്നതല്ലേ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ശരിക്കും മനസ്സാകുന്ന ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്തതല്ലേ.
എൻ്റെ മനസ്സിനെ നയിക്കേണ്ടത് എന്തൊക്കെയാണ്? എൻ്റെ ചിന്തകളെ നയിക്കേണ്ടത് ദൈവികമായ ചിന്തകളല്ലേ, ആത്മീയ ചിന്തകളല്ലേ? ഒരു ആത്മീയ മനുഷ്യൻ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ നയിക്കേണ്ടത് ദൈവിക ചിന്തകളാണ്, അവനെ നയിക്കേണ്ട ആത്മീയ ചിന്തകളാണ്. നമ്മളെ നയിക്കുന്നത് എന്തൊക്കെയാ? ചിലരൊക്കെ വെറുതെ ഇരുന്ന് ചെറിയൊരു പ്രശ്നം വന്നാൽ അപ്പം നിരാശപ്പെടും. പിന്നെ നിരാശയാണ് അവരെ നയിക്കുന്നത്. അവരുടെ ചിന്തകളിൽ മുഴുവൻ നിരാശയാണ്, എപ്പോഴും ആകുലതയാണ്. ചിലർക്കില്ല, എപ്പോഴും വെറുതെ ഇരുന്നാൽ ആകുലതയാണ്. ചിലരുടെയൊക്കെ ചിന്തകളെ നയിക്കുന്നത് ആസക്തികളാണ്, അട്ടിമത്തങ്ങളാണ്, ജഡികമായ ചിന്തകളാണ്, മോഹങ്ങളാണ്, വ്യാമോഹങ്ങളാണ്. ചില വെറുതെ ഇരിക്കും, അങ്ങനെ ചിന്തിക്കും, ചത്തുകളഞ്ഞാലോ, ആത്മഹത്യ ചെയ്താലോ. കണ്ടോ? പിന്നെ നമ്മുടെ ചിന്തകളിൽ പോലും മറ്റുള്ളവരെ കുറിച്ചുള്ള പകയുടെ ചിന്തകൾ, വൈരാഗ്യത്തിൻ്റെ ചിന്തകൾ, അവർ നമ്മളോട് ചെയ്തതും പറഞ്ഞതുമായ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ കാര്യങ്ങൾ നമ്മളിൽ ഉടലെടുക്കാൻ കാരണമായി നിൽക്കുന്ന ചിന്തകളൊക്കെയല്ലേ ഇന്ന് നമ്മുടെ മനസ്സിൽ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞ്, നിന്റെ ചിന്തകളെ പോലും നിന്റെ മനസ്സിനെ പോലും നീ ഇന്ന് കച്ചവട സ്ഥലമാക്കിയിരിക്കുക. പുറത്തിട്. കണ്ടോ? പുറത്തു വെക്കേണ്ടതിനെ പുറത്തു വെച്ചിട്ട് അകത്ത് വെക്കേണ്ടതിനെ അകത്ത് വെക്കണം. അതാണ് ആത്മീയ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ ഈ നിമിഷം ഈ വചനം ശ്രവിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന, നിന്റെ മനസ്സിനെ ഭരിക്കുന്ന ചിന്തകൾ ആത്മീയ വളർച്ചയ്ക്കോ ദൈവമായിട്ടുള്ള ബന്ധത്തിനോ വിശുദ്ധ ജീവിതത്തിനോ ചേരാത്തതാണെങ്കിൽ അതിന് പുറത്തു നിർത്താൻ നീ പഠിക്കണം. ഇത് ആവശ്യമാണ്. അല്ലാതെ അതും ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലെടുത്തിട്ട് എപ്പോഴും നിരാശപ്പെട്ട് ആകുലപ്പെട്ട് സ്വയം ശപിച്ച് നീ കടന്നു പോകുമ്പോൾ എന്നെ ഒന്നിനും കൊള്ളില്ല, ചിലരല്ലേ എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നിൽക്കുന്ന, അവൻ്റെ മനസ്സിനെ നയിക്കുന്ന ചിന്തകൾ അവൻ്റെ മനസ്സിൽ അവൻ നിർത്തേണ്ട ചിന്തകളല്ല, അത് പുറത്ത് കളയേണ്ട ചിന്തകളാണ്. ഇന്നിങ്ങനെ ഒത്തിരി പുറത്താക്കേണ്ട ചിന്തകൾ നമ്മൾ പലരെയും ഭരിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ, നയിക്കുന്നില്ലേ? അതുകൊണ്ടായിരിക്കണം കർത്താവ് ഈ ദേവാലയത്തിൽ കടന്നു വന്നിട്ട് നമ്മുടെ തന്നെ ജീവിതമാകുന്ന ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശരീരമാകുന്ന ദേവാലയം, മനസ്സാകുന്ന ദേവാലയം, ചിന്തകളൊക്കെ മനസ്സിലല്ലേ രൂപപ്പെടുന്നത്. എന്തെല്ലാം ചിന്തകളാ! എനിക്കറിയാം, ചിലപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില മറുതലിക്കുന്ന ചിന്തകൾ, വിപരീത ചിന്തകൾ, സംശയത്തിൻ്റെ ചിന്തകൾ, ഇതൊക്കെ പിശാച് ചിലരുടെ മനസ്സിൽ കുത്തിവെക്കും. എന്തിനാ? ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാനാ. അതിന്നും പിശാച് പണിയുന്നുണ്ട്. മനസ്സിനെ പോലും ചിലപ്പോൾ അന്ധമാക്കും. 2 കൊരിന്തോസ് 4:4 അതാണല്ലോ വചനം പറയുന്നത്. മനസ്സിനെ അന്ധമാക്കുന്നൊരു ദുരാത്മാവുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അവൻ്റെ രഹസ്യങ്ങളും അവൻ്റെ വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് തടസ്സമായി നിന്റെ മനസ്സിനെ അടയ്ക്കുന്നൊരു ദുരാത്മാവുണ്ടെന്നാണ് വചനം പറയുന്നത്. കണ്ടോ? അപ്പം ഇതിനൊക്കെ പുറത്തു നിർത്തേണ്ടതാ. ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ബോധപൂർവം നമ്മൾ ഉപേക്ഷിക്കാനും പുറത്താക്കാനും തീരുമാനമെടുത്തിട്ട് എന്നെ ആത്മീയമായി എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്ന, മനസ്സിനെ അഭിഷേകം ചെയ്യുന്ന, മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന, മനസ്സിനെ ഉയർത്തുന്ന ചിന്തകൾ കൊണ്ട്, അത് ദൈവീക ചിന്തകളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ താലോലിക്കണം. പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവിൻ്റെ വചനം ഇത് മനസ്സിലേക്ക് എടുത്തിട്ട് പറയണം, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധ്യമാണ്. ഒരു വചനം മനസ്സിലേക്ക് എടുക്കുമ്പോൾ ആ വചനം ബലപ്പെടുത്തും മനസ്സിനെ. നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ആ നിരാശകൾ പുറത്താക്കിയിട്ട്, നിരാശയുടെ കാരണമായി നിൽക്കുന്ന അവസ്ഥകളെ പുറത്തു നിർത്തിയിട്ട് നിന്നോട് പറയണം, നിന്റെ മനസ്സിനോട് വചനം പറയണം. കർത്താവ് പറഞ്ഞില്ലേ, നീ ആകുലപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട, നീ വേദനിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് വിശ്വസിക്കണം, മനസ്സുകൊണ്ട് ഏറ്റെടുക്കണം. ഇന്നെങ്ങനെ? നേരെ തിരിച്ചാ, നേരെ വിപരീതമാണ്. ആത്മീയമായി വളർത്തേണ്ടതിനൊക്കെ പുറത്തു നിർത്തിയിട്ട് ആത്മീയമായി മരവിപ്പിക്കുന്ന മുഴുവനും നമ്മൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. ആത്മാവിനെ മരവിപ്പിക്കുന്ന ചിന്തകളല്ലേ നമ്മൾ ഇന്ന് പലപ്പോഴും താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് ചേരാത്തതൊക്കെയല്ലേ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. ശരീരമാകുന്ന, ജീവിതമാകുന്ന ദേവാലയം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ദേവാലയത്തിൻ്റെ അവസ്ഥ എന്താ നോക്കിക്കേ. കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടാകേണ്ട ദൈവം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ഇന്ന് കുടുംബത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയേക്കുക അല്ലേ? ഇന്ന് സ്നേഹമില്ല, ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്നു, പ്രാർത്ഥനയില്ല, സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ല,
ആത്മീയ കാര്യങ്ങൾക്ക് ഭവനത്തിൽ പ്രാധാന്യമില്ല. കർത്താവിന് ഇഷ്ടമില്ലാത്തതും താല്പര്യമില്ലാത്തതൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കും. കർത്താവിന് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ പുറത്തും ഭവനത്തിൻ്റെ പുറത്തും. കണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നോക്കി കർത്താവ് ഒരുപക്ഷെ പറയുന്നുണ്ടാകും, നിങ്ങളുടെ കുടുംബങ്ങൾ ഇന്ന് കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു. കാരണം എന്താ? കർത്താവ് നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ പുറത്ത് നിർത്തിയിട്ട് കർത്താവ് കുടുംബത്തിൽ നിന്ന് പുറത്ത് കളയാൻ ആഗ്രഹിക്കുന്നതിനെ എടുത്ത് അകത്ത് വെച്ചിരിക്കുക. കർത്താവ് ക്ഷമിക്കോ? കർത്താവ് ഇത് പറഞ്ഞ്, അതുകൊണ്ട് കർത്താവ് എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ എത്ര കുടുംബങ്ങൾ ഇതുപോലെ പ്രാർത്ഥനാലയമായിട്ടൊന്ന് മാറുന്നുണ്ട്? സായാഹ്നങ്ങളിൽ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഭവനങ്ങളിൽ ഇന്ന് എത്ര കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ട്? അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ പുറത്തായിക്കൊണ്ടിരിക്കുക. പകരം സീരിയൽ കൾച്ചർ, ലഹരി മദ്യപാനത്തിൻ്റെ കവലകൾ കൾച്ചർ, അല്ലേ? മക്കൾ കവലകൾ, വൈകുന്നേരം മക്കളെവിടെ? അവൻ കവലയ്ക്ക് പോയതാ, അവൻ പുറത്തേക്ക് പോയതാ. ജീവിത പങ്കാളി എന്ത്? ജീവിതങ്ങൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങോട്ട് ഇത് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇനി എപ്പോഴാണ് വരുന്നത്? പ്രാർത്ഥന കഴിയുമ്പോൾ വന്നോളും. കണ്ടോ? അപ്പോൾ ചിലതൊക്കെ ഭവനങ്ങളിൽ ഉള്ളിലാകേണ്ട ചിലതൊക്കെ ഇന്ന് ഭവനങ്ങളിൽ ഇടമില്ലാതിരിക്കുക, എന്നിട്ട് പുറത്ത് നിർത്തേണ്ട ചിലതൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുക. ചില കുടുംബങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറ്റം പറച്ചിലും പരദൂഷണം പറച്ചിലും അശുദ്ധമായ സംഭാഷണങ്ങളും സഭയെ കുറ്റം പറച്ചിലും വൈദികരെ സന്യസ്തരെ കുറ്റം പറച്ചിലും അങ്ങനെ ആത്മീയമായി മരവിപ്പിക്കുന്ന, അഭിഷേകം ചോർത്തിക്കളയുന്ന, ഭവനത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തെ പോലും തകർക്കുന്ന സംസാരങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായി വളർത്തുന്ന കാര്യങ്ങളൊന്നും ഭവനത്തിലില്ല. ഇതാണ് മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഒരു തിന്മയുണ്ടെന്നേ, അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാവുന്ന ഒരു തിന്മയുണ്ടെന്നേ. ചില ദേവാലയങ്ങളിലും ചില ആത്മീയമായി വളർന്ന സാഹചര്യങ്ങളും വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ആത്മീയ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ കയറി ചെല്ലുമ്പോഴേ നമുക്കറിയാം എന്തൊരവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീർപ്പുമുട്ടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. പരസ്പര സംസാരമില്ല, സംഭാഷണമില്ല. അവരെ മുഖത്തോട് മുഖം നോക്കിയാൽ കുറ്റം പറയുക, ജീവിത പങ്കാളിയെ കുറ്റം പറയുന്നു, മാതാപിതാക്കൾ മക്കളെ കുറ്റം പറയുന്നു, അവരുടെ കുറച്ചിൽ, അവരുടെ കുറവുകൾ, ഇത് തന്നെ എപ്പോഴും പരാതിയാണ്, ഇപ്പോഴും പരിഭവമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വാർത്ഥതയാണ്, അഹങ്കാരം, ഇതൊക്കെയാണ് ഇന്ന് കുടുംബങ്ങളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ? വിവാഹമോചനത്തിലേക്ക് പോകുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, പരസ്പരം മനസ്സിലാക്കുന്നില്ല, ഗൗനിക്കുന്നില്ല, എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, സ്വാർത്ഥ തീരുമാനങ്ങൾ, അതിനടിമപ്പെട്ട് ദുശീലം, ഇതൊക്കെ ആയിട്ട് കുടുംബത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ പുറത്തു നിർത്താൻ കർത്താവ് ഇന്ന് ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ചുമ്മാ കുറച്ച് നേരം ഇരുന്നിട്ട് ചോദിക്കണം, ഞാനൊരപ്പനാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അനുവദിക്കേണ്ടതും കുടുംബത്തിൻ്റെ ഉള്ളിലായിരിക്കേണ്ടതൊക്കെയാണോ ഞാൻ അനുവദിക്കുന്നത്? സ്വയം ചോദിക്കണം, ഞാനെന്ന വ്യക്തിയിൽ ദൈവം എൻ്റെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയമായി വളർത്തുന്നതൊക്കെയാണോ ഞാൻ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ ചിന്തകൾ കൊണ്ടും ഒക്കെ ഞാൻ താലോലിക്കുന്നത് കർത്താവ് എൻ്റെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിക്കുന്നതാണോ എന്നുകൂടി ചോദിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ചിലതൊക്കെ പുറത്തു കളയേണ്ട സമയം അതിക്രമിച്ചില്ലേ? ചിലതൊക്കെ കർത്താവ് വരാൻ വെയിറ്റ് ചെയ്യാതെ, കർത്താവ് ചാട്ടവാറുണ്ടാക്കി അടിച്ച് പുറത്താക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് പുറത്തു കളഞ്ഞുകൂടാ? ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വിപരീതമായി നിൽക്കുന്നതൊക്കെ ഉപേക്ഷിക്കാൻ, ആത്മാവിനെ ബലപ്പെടുത്താത്തതൊക്കെ മാറ്റി നിർത്തുവാൻ, ബന്ധങ്ങളെ വളർത്താത്തതൊക്കെ ഉപേക്ഷിക്കുവാൻ, ആത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ തടസ്സം നിൽക്കുന്നതൊക്കെ വെട്ടിമാറ്റാൻ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ആലയത്തെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് ഇവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ഈ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, ഇത് സ്നേഹമുള്ള കുടുംബമാണ്, ഇത് സമാധാനമുള്ള കുടുംബമാണ്, ആ കുടുംബത്തിൽ ഇരിക്കും എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം, അവിടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരാത്മീയ കാഴ്ചപ്പാടിലേക്ക് നമ്മളും നമ്മുടെ കുടുംബങ്ങളും രൂപപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ഈ നിമിഷം തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ഇതുപോലെ പരിശുദ്ധാത്മാവുള്ള ആലയം, പരിശുദ്ധാത്മാവ് വസിക്കുന്നിട ആണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഒരാത്മീയ ബോധ്യം, ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കേ.
തുടർന്ന് വരുന്ന ആരാധനയിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഇന്നും പുറത്താക്കേണ്ട ചിലതൊക്കെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം, ഒരാഗ്രഹം, അത് കർത്താവിന് കൊടുക്കുക. ഈശോ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളിതിനെ നടത്തട്ടെ. വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനകളും കൂദാശകളൊക്കെ ഇതിനെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ബലപ്പെടുത്തുന്ന, ദൈവകൃപയുടെ സമൃദ്ധി ഒഴുകുന്ന കൂദാശകളായി ജീവിതത്തിൽ മാറട്ടെ. തുടർന്ന് വരുന്ന ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ നമ്മൾ കേട്ടു, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ചിലതൊക്കെ നമ്മൾ പുറത്തു നിർത്തണം. കർത്താവ് അനുവദിക്കാത്ത ചിലതൊക്കെ പുറത്തു നിർത്തിയാൽ മാത്രമേ ഒരു വിശുദ്ധീകരണം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കും. അതോടൊപ്പം തന്നെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി, ചിലതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ടതിന് നമ്മൾ സ്വീകരിക്കുക കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ആ വിശുദ്ധീകരണം പൂർണ്ണമാകൂ. പിശാചിൻ്റെ വഞ്ചനകളെ, അശുദ്ധിയുടെ മേഖലകളെ, ജീവിതത്തിൻ്റെ കൃപ ചോർത്തിക്കളയുന്ന തീരുമാനങ്ങളെ, സംസാരങ്ങളെ, ഇതൊക്കെ നമ്മളിൽ നിന്നും പുറത്താക്കി കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ നിറയ്ക്കുന്ന വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾ നമ്മൾ സ്വീകരിക്കണം. ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ കേട്ടു, കർത്താവ് ദേവാലയത്തിൽ കടന്നു വന്ന് ആ ദേവാലയത്തിൻ്റെ വിശുദ്ധിക്കും പരിശുദ്ധിക്കും ചേരാത്തതൊക്കെ പുറത്താക്കുകയാണ്. ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തി ജീവിതമാകുന്ന, ശരീരമാകുന്ന ദേവാലയത്തിൽ, എൻ്റെ കുടുംബമാകുന്ന ദേവാലയത്തിന്, അതിൻ്റെ പരിശുദ്ധിക്കും അതിൻ്റെ വിശുദ്ധിക്കും അതിൻ്റെ സ്നേഹത്തിലുള്ള വളർച്ചയ്ക്കും അഭിഷേകത്തിനുമൊക്കെ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുത്തു പ്രാർത്ഥിക്കാം. സർവശക്തനായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഉപേക്ഷിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മേഖലകൾ, പിടിതെറിയാൻ പറ്റാതെ ഭാരപ്പെടുന്ന മേഖലകൾ, വിശുദ്ധീകരണം സംഭവിക്കാതെ ജീവിതത്തിൽ ഒത്തിരിയേറെ ചില പാപത്തിൻ്റെ അടിമത്തത്തിലും തഴക്കദോഷങ്ങളിലുമായി കടന്നു പോകുന്ന ചില ജീവിതത്തിൻ്റെ അവസ്ഥകൾ, എത്ര പരിശ്രമിച്ചിട്ടും പുറത്താക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന മേഖലകൾ, അതെല്ലാം കർത്താവിന് കൊടുക്കുക. ദിവികാരൻ ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കും. കർത്താവെ, ഒത്തിരി നാളുകളായി ശ്രമിക്കുന്നു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയുവാൻ, ചിലതൊക്കെ നിർത്തുവാൻ, ചില ദുശീലങ്ങളോട് എന്നേക്കുമായി വിട പറയുവാൻ, ചില തെറ്റായ ബന്ധങ്ങളോട് എന്നേക്കുമായി നോ പറയാനൊക്കെ കർത്താവ് ഒത്തിരി നാളുകളായി ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. ഈശോയെ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കേണ്ട ഒത്തിരി മേഖലകളുണ്ട്. ഈശോയെ, ആ മേഖലകളിലേക്ക് ഇപ്പോൾ തന്നെ ഈശോയെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, ഈശോയെ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് ഏറ്റെടുക്കണമേ, അവിടുത്തെ സ്വന്തമാക്കി ഇപ്പോൾ മാറ്റണമേ. അങ്ങ് കടന്നു വരുവാൻ എൻ്റെ ശരീരത്തിലോ എൻ്റെ കുടുംബത്തിലോ അങ്ങ് ഇറങ്ങി വരുവാൻ യോഗ്യത നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളും ഇപ്പോൾ തന്നെ എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ തന്നിരിക്കുന്ന അധികാരത്തോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ, നാളുകളായി ചില തടക്ക് ദോഷങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവെ, ഈ നിമിഷം തന്നെ അവിടുത്തെ അത്ഭുതകരമായ കൃപയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സമായി നിൽക്കുന്ന, വിശുദ്ധീകരണത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഈ മക്കളെ നിറയ്ക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ ഇവരെ നിറയ്ക്കണമേ, അവിടുത്തെ വിശുദ്ധിയാൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. പാപത്തോട് വിട പറയുവാൻ, അശുദ്ധമായ മേഖലകളോട് എന്നേക്കുമായി നോ പറയുവാനുള്ള ഒരു ആത്മീയ കരുത്ത് ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ഈ കുടുംബങ്ങളിലേക്കും ഈ വ്യക്തികളിലേക്കും ഇറങ്ങട്ടെ. കർത്താവേ,
കർത്താവേ, ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക്, ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തത്, കുടുംബമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തത് വ്യക്തി ജീവിതങ്ങളിലോ ഇവിടെ കുടുംബങ്ങളിലോ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ ഈശോയെ ഇപ്പോൾ തന്നെ ഇറങ്ങിച്ചെന്ന് വിശുദ്ധീകരണം നൽകണമേ, വിശുദ്ധീകരണം നൽകണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഈശോയെ കണ്ണു തുറന്ന് നോക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈശോയെ നോക്കുക. ഇത് ഈശോ നിന്നെ നോക്കുന്ന സമയമാണ്. വചനം പഠിപ്പിക്കുന്നില്ലേ, ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഹൃദയം അറിയുന്നവനാണ് ഈശോ. ഹൃദയത്തിൻ്റെ പരമാർത്ഥത അറിയുന്നവനാണ് കർത്താവ്. ആ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങാത്തത് എന്തെങ്കിലും നിൻ്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ഈശോയ്ക്ക് കാണാൻ പറ്റും. കർത്താവേ, അവിടുത്തെ ഹൃദയത്തിന് ഇണങ്ങാത്തത് എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ എന്നേക്കുമായി വിശുദ്ധീകരിക്കുവാനും അങ്ങനെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും അനുഗ്രഹം പെരുമഴ പോലെ ഇറങ്ങി വരുവാനും കർത്താവെ എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ തൊടുന്നു, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, അവൻ്റെ സ്വന്തമാക്കി ഈശോ മാറ്റുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ.